അഹമ്മദികൾക്കെതിരെ ശത്രുക്കൾ പ്രചരിപ്പിച്ച ആരോപണങ്ങൾ ഓരോന്നും മുബാഹല പ്രഖ്യാപനത്തിൽ അദ്ദേഹം എണ്ണി എണ്ണി നിഷേധിച്ചു. കള്ളം പറയുന്നവരാരോ അവരിൽ അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന ഉഭയപ്രാർത്ഥനയിലൂടെ തങ്ങളുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും തെളിയിക്കാൻ താനും തന്റെ ജമാഅത്തിലുള്ള 1 കോടിയിൽ പരം വിശ്വാസികളും സന്നദ്ധമാണെന്ന് ലോകത്തെ അദ്ദേഹം അറിയിച്ചു. അഹമ്മദികൾ മുസ്ലിങ്ങളല്ലെന്നും ഇസ്ലാമിന്റെ ശത്രുക്കളാണെന്നും പ്രചരിപ്പിക്കുന്ന എതിരാളികൾ ആർജവമുള്ളവരാണെങ്കിൽ ഈ മുബാഹലയിൽ കക്ഷി ചേർന്ന് തങ്ങളുടെ ആത്മാർത്ഥത തെളിയിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. പാകിസ്ഥാനിലെ പട്ടാളത്തലവനായിരുന്ന ജനറൽ സിയാഉൽ ഹക്കിനെ പ്രത്യേകമായും മറ്റഹമ്മദീ ശത്രുക്കളെ പൊതുവായും ഖുർആൻ നിർദ്ദേശിക്കുന്ന ഈ പ്രാർത്ഥനാ സമരത്തിലേക്ക് അദ്ദേഹം ക്ഷണിച്ചു. കളവും കറ്റുകെട്ടും കൊണ്ടു നടക്കുന്നവർ അള്ളാഹുവിന്റെ ലയനത്തിന് പാത്രമാകും എന്നുറപ്പുള്ളവർക്ക് പരീക്ഷിക്കാവുന്ന ഈ പ്രാർത്ഥന ആഹ്വാനം അഹമ്മദികൾ അച്ചടിച്ച് ലോകവ്യാപകമായി പ്രചരിപ്പിച്ചു. മുബാഹലയുടെ മലയാള വിവർത്തനം 10,000 കേരളത്തിലെമ്പാടും വിതരണം ചെയ്യപ്പെട്ടു. കേരളത്തിലെ 30 അഹമ്മദിയ മുസ്ലിം സെന്ററുകളിൽ നിന്നും ഇതിന്റെ വിതരണം നടന്നു. പ്രമുഖ വ്യക്തികൾക്കെല്ലാം മുബാഹലയുടെ കോപ്പി കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നതിൽ അഹമ്മദിയ പ്രവർത്തകർ പ്രത്യേകം ശ്രദ്ധിച്ചു. കേരളത്തിൽ ഈ മുബാഹല ആഹ്വാനം അറിഞ്ഞില്ലെന്ന് നടിക്കാനാണ് ഉലമാക്കൾ ശ്രമിച്ചത്. എന്നാൽ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂരിൽ പ്രവർത്തിക്കുന്ന അഞ്ജുമൻ നിശായത്തെ ഇസ്ലാമി എന്ന സംഘടന മുബാഹല ആഹ്വാനത്തെ പരിഹസിച്ചുകൊണ്ട് രംഗത്തു വന്നു. മുഖാമുഖം മുബാഹലയെ അഹമ്മദികൾ ഭയപ്പെടുന്നു എന്ന് തോന്നിപ്പിക്കും വിധം അവർ പ്രചരണം നീക്കി. തങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രാതിനിധ്യം ഉണ്ടെന്ന് അവർ ഉറപ്പിച്ചു പറയുകയും മുഖാമുഖം മുബാഹലക്ക് സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇശാഅത്തുകാരുടെ അവകാശവാദം ഇവിടെ ചേരിതിരിഞ്ഞ് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, നദ്വത്തുൽ മുജാഹിദീൻ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ, തബ്ലീഗ് ജമാഅത്ത് എന്നീ സംഘടനകളൊന്നും നിഷേധിച്ചു കണ്ടില്ല. എല്ലാ അവാന്തര വിഭാഗങ്ങളും പിന്താങ്ങുന്ന സംഘടന എന്ന നിഗമനം ശക്തിപ്പെട്ടതോടെ പരസ്യവേദിയിലെ മുബാഹലക്ക് അഹമ്മദിയ സംസ്ഥാന സമിതി തങ്ങളുടെ ഖലീഫയിൽ നിന്നും അനുവാദം വാങ്ങി. മുഖാമുഖം മുബാഹലക്ക് തങ്ങൾ ഒരുക്കമാണെന്ന് അഞ്ജുമൻ ഇശാഅത്തെ ഇസ്ലാമിയെ അറിയിച്ചു. തുടർന്ന് ഇരു കക്ഷികളുടെയും പ്രതിനിധികൾ തമ്മിൽ പല പ്രാവശ്യം ചർച്ച നടത്തി പരസ്യ മുബാഹലക്ക് രൂപം നൽകി. നിരീക്ഷകരായി ജനാബുമാർ NM ഹുസൈൻ ഹാജി കാരശ്ശേരി, PNM കോയട്ടി കോഴിക്കോട്, KP മൂസ സുല്ലമി കൊടിയത്തൂർ എന്നിവരെ ഇരുവിഭാഗവും ചേർന്ന് ചെയ്യിച്ചു. അങ്ങനെ കേരളത്തിലെ അഹമ്മദികളും കൊടിയത്തൂരിലെ അഞ്ജുമൻ നിശാഅത്തെ ഇസ്ലാമി പ്രവർത്തകരും തമ്മിൽ മുഖാമുഖം മുബാഹലക്ക് തീയതി നിശ്ചയിക്കപ്പെട്ടു. 1989 മെയ് 28 എല്ലാ പ്രധാന പത്രങ്ങളും മുബാഹല വാർത്തയുമായിട്ടാണ് പുറത്തിറങ്ങിയത്. അഹമ്മദി മുസ്ലിങ്ങൾക്കെതിരെ മറ്റെല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി അഞ്ജുമൻ നിശാഅത്തിൽ കക്ഷി ചേർന്നതായി തോന്നിപ്പിക്കുന്ന വാർത്തകളായിരുന്നു അവ. എന്നാൽ സുന്നികളിൽ ഒരു പ്രത്യേക വിഭാഗം ഈ മുബാഹലയെ പരിഹസിച്ച് ഒഴിഞ്ഞു നിൽക്കുന്നതായി പ്രസ്താവന ഇറക്കി. അഹമ്മദികൾ കാഫിറുകളാണെന്ന് പറയുന്നതോടൊപ്പം അഞ്ജുമൻ നിശാഅത്തെ ഇസ്ലാമി പ്രവർത്തകരും ഇസ്ലാമിൽ നിന്നും പുറത്തുപോയവരാണെന്ന് അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അങ്ങനെ ഒരു പ്രത്യേക കക്ഷിക്കാരുടെ വിയോജിപ്പോടുകൂടി മുഖാമുഖം മുബാഹലക്ക് കൊടിയത്തൂരിൽ തട്ടൊരുങ്ങി. കൊടിയത്തൂർ എന്ന കൊച്ചു ഗ്രാമം ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്ന ദിനമായി മെയ് 28 പരിണമിച്ചു. കോഴിക്കോട് നഗരത്തിൽ നിന്നും 40 കിലോമീറ്റർ കിഴക്കുമാറി ഇരുവഴിഞ്ഞിപ്പുഴയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇസ്ലാമിൻ്റെ സന്ദേശം കേട്ടുണർന്ന പ്രദേശമാണ്. നാഗരികതയുടെ വെളിച്ചം എത്തിനോക്കുന്നതിനു മുൻപ്, അതായത്
1940 മുമ്പ് അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സന്ദേശം ഈ നാട്ടിൻപുറത്തെ ഒറ്റയടിപ്പാതയിലൂടെ കടന്നു വന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രയേൽ ജനതക്കായി വന്ന ഈസാ നബി മരിച്ചുപോയെന്നും അദ്ദേഹം ഇസ്ലാമിനെ ഉദ്ധരിക്കാൻ ഇനി തിരിച്ചു വരികയില്ലെന്നും ഖാത്തമുൻ നബിയീനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസീഹ് ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനിയാണെന്നും വിശ്വസിച്ചതിന് ഇവിടുത്തെ ആദ്യകാല അഹമ്മദികൾക്ക് കടുത്ത എതിർപ്പുകളെ അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. തങ്ങളുടെ വിശ്വാസം രക്ഷിക്കാൻ ഇവിടെ നിന്നും അവർ ജീവനും കൊണ്ട് ഓടിപ്പോയിട്ടുണ്ട്. മൃഗങ്ങൾ പോലും ലജ്ജിച്ചു പോകുന്ന പീഡനങ്ങളാണ് അക്കാലത്ത് ഇവിടെ അഹമ്മദികൾക്കെതിരെ നടത്തപ്പെട്ടത്. 99% മുസ്ലിങ്ങളുള്ള ഈ ഗ്രാമത്തിൽ അന്ന് പള്ളിക്കല ഖാദിയും അംശം അധികാരിയും ചേർന്നാൽ നടപ്പിലാക്കാനാകാത്ത നിയമങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം കൊണ്ട് മാത്രം അഹമ്മദിയത്ത് ഈ പ്രദേശത്ത് വേരറ്റു പോകാതെ എതിർപ്പുകളെ അതിജീവിച്ചു. അഹമ്മദിയത്തിനെ ഉന്മൂലനം ചെയ്യാൻ അഹമ്മദികളെ വിട്ടുവീഴ്ചയില്ലാതെ മർദ്ദിക്കുന്നതിന് നേതൃത്വം നൽകിയ അംശം അധികാരിയുടെ മകൻ പിൽക്കാലത്ത് അഹമ്മദിയ ജമാഅത്തിൻ്റെ കാവൽക്കാരനായി മാറി. അഹമ്മദിയത്തിൻ്റെ ബദ്ധശത്രുവിൻ്റെ മകനായ ജനാബ് ഉണ്ണീൻ മോയി സാഹിബ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ അഹമ്മദിയ മിഷണറി മൗലാന മർഹൂം ബി അബ്ദുല്ല സാഹിബ് എച്ച് അവർകളെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുവന്ന് അഹമ്മദിയ പ്രഭാഷണം നടത്തിച്ചു. സത്യത്തിൻ്റെ നേരെ ശത്രുത പുലർത്തുന്നവരെ ഇളിഭ്യരാക്കുന്ന ദൈവീക ശാപം കഴിഞ്ഞ 5 ദശകങ്ങൾക്കിടയിൽ ഇവിടെ പല വിധത്തിലും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക സംസ്കാരവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. നൂറ്റാണ്ടുകളോളം ദർസ് നടന്നു പോന്നിട്ടുള്ള ജുംഅത്ത് പള്ളി, മദ്രസയിൽ മതപഠനം നടത്തുന്നത് ഹറാമാണെന്ന് പറഞ്ഞിരുന്ന കാലത്ത് സ്ഥാപിതമായ പ്രാഥമിക മദ്രസ, മാതൃഭാഷയോട് വിമുഖത കാണിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ച പ്രാഥമിക വിദ്യാലയം തുടങ്ങിയവ അതിൽ ഉൾപ്പെടുന്നു. ഈ ഗ്രാമത്തിൻ്റെ പ്രധാന ഭാഗത്ത് തന്നെ അഹമ്മദിയ ജമാഅത്തിൻ്റെ മസ്ജിദ് തല ഉയർത്തി നിൽക്കുന്നു. കൂടാതെ നദ്വത്തുൽ മുജാഹിദീൻ്റെ സലഫി സെൻറ്റർ, SSF, സിമി, SIO തുടങ്ങിയ വിവിധ കക്ഷിക്കാരുടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഓഫീസുകൾ, എല്ലാ അവാന്തര വിഭാഗങ്ങളുടെയും അംഗീകാരം അവകാശപ്പെടുന്ന അഞ്ജുമൻ നിശാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന ആസ്ഥാനം, ഇവക്കെല്ലാം ഇന്ന് കൊടിയത്തൂരിൽ ഇടം കിട്ടിയിരിക്കുന്നു. അങ്ങനെ ഇസ്ലാമിലെ എല്ലാ വിഭാഗങ്ങൾക്കും പ്രവർത്തകരും പ്രചാരകരുമുള്ള കൊടിയത്തൂരിൽ ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത മുഖാമുഖം മുബാഹലക്കും വേദിയൊരുങ്ങി. ഇസ്ലാമിക ചരിത്രത്തിൽ കൊടിയത്തൂർ ഗ്രാമം സ്ഥാനം നേടുന്ന ആ ദിനത്തിൽ, അതായത് മെയ് 28-ാം തീയതി ഉച്ച സമയമായപ്പോഴേക്കും 4 ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ എത്താൻ തുടങ്ങി. അഹമ്മദിയ ജമാഅത്തിൻ്റെ കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ നിന്നും പ്രതിനിധികൾ കൊടിയത്തൂരിലെത്തി. മധ്യാഹ്നത്തിലെ കൂട്ടപ്രാർത്ഥന കഴിഞ്ഞ് അവർ തങ്ങളുടെ വിശ്വാസദാർഢ്യം പ്രകടിപ്പിക്കാനുള്ള മുബാഹല നഗരിയിലേക്ക് നീങ്ങി. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين كانوا من قبلهم كانوا هم أشد منهم قوة وآثارا في الأرض فأخذهم الله بذنوبهم وما كان لهم من الله من واق ذلك بأنهم كانت تأتيهم
تأتيهم رسلهم بالبينات فكفروا فأخذهم الله إنه قوي شديد العقاب ولقد أرسلنا موسى بآياتنا وسلطان مبين إلى فرعون وهامان وقارون فقالوا ساحر كذاب فلما جاءهم بالحق من عندنا قالوا اقتلوا أبناء الذين آمنوا معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال وقال فرعون ذروني أقتل موسى وليدع ربه إني أخاف أن يبدل دينكم أو أن يظهر في الأرض മുബാഹലക്ക് നിരീക്ഷകരായി നിശ്ചയിക്കപ്പെട്ടവർ അവസാനവട്ടം ഒരിക്കൽ കൂടി ഇരുവിഭാഗവുമായി ചർച്ച നടത്തി. മുബാഹല നടക്കുന്നതിനും 1 മണിക്കൂർ മുമ്പ് നടന്ന ഈ ചർച്ചയിലൂടെ 2 വിഭാഗക്കാരും എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ അവസാന തീരുമാനമാവുകയും ചെയ്തു. സത്യാസത്യ വിവേചനത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപൂർവ പ്രാർത്ഥന കാണാൻ സഹോദര സമുദായത്തിൽ നിന്നും ഒരു പുരോഹിതനും സന്നിഹിതനായിരുന്നു, റവറന്റ് ഫാദർ ജോസഫ് പുളിക്കൽ. വേദിയിലെ സജ്ജീകരണങ്ങൾ നോക്കാൻ നിരീക്ഷകർ മുബാഹല നഗരിയിലേക്ക് നീങ്ങി. ഈ അപൂർവ സംഭവത്തിന് സാക്ഷിയാകാൻ മുൻമന്ത്രിയും മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറുമായ MP വീരേന്ദ്രകുമാർ MLA-യും എത്തിയിരുന്നു. ശാപം എന്നതിന് മതപരമായ വിവക്ഷ ദൈവത്തിൽ നിന്നും അകന്നു പോകുക എന്നതാണെന്നും സത്യപക്ഷം ദൈവതൃപ്തിയിലേക്കും വ്യാജപക്ഷം ദൈവകോപത്തിലേക്കും പതിക്കുക എന്നതാണ് മുബാഹലയുടെ അർത്ഥമെന്നും അല്ലാതെ ഭൗതികമായ മരണവും നാശവും മാത്രമായി അതിനെ തങ്ങൾ കാണുന്നില്ലെന്നും അഹമ്മദികൾ ജിജ്ഞാസുക്കൾക്ക് വിവരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു.